വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ അനുസ്മരിക്കുന്നത്? നല്ലൊരു നേതാവാണ്, അഴിമതിയൊന്നുമില്ലാത്തൊരു നല്ലൊരു നേതാവാണ്, ഇഷ്ടമാണ്. വി എസ് മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു വിഷമം എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? വിഷമം ഇല്ല എന്നല്ല, എന്നാലും നല്ലൊരാളായിരുന്നു. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. ഇവിടെ എല്ലാം കാണുന്ന കണ്ണേ കേരള വി എസ് ഐ എന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളികളാണ്. ചേട്ടാ, വി എസിനെ പോലത്തെ ഒരു നേതാവിനെ നമുക്ക് നഷ്ടമാകുന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? വി എസ് നമ്മുടെ പ്രചോദനമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇത് പോരാട്ടങ്ങളുടെ നാടാണ്. ഇവിടെ കലാപം നടന്നിട്ട് 133 വർഷങ്ങൾ കഴിഞ്ഞു. ആ പോരാട്ടത്തിൻ്റെ ഊർജം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സഹ വി എസ്. അങ്ങനെയുള്ള വി എസിൻ്റെ ഒരു അഭാവം അത് നമുക്ക് മലയാളിക്ക് എങ്ങനെയായിരിക്കും? വി എസിൻ്റെ അഭാവം ഒരു വലിയ വിടവ് തന്നെയാണ്, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. പക്ഷെ അദ്ദേഹം പകർന്നു തരുന്ന ഊർജമുണ്ടല്ലോ, അത് തലമുറ കൈമാറപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വതി ഇതാണ്, അതായത് വി എസ് എന്ന സമരസൂര്യൻ അസ്തമിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ വി എസ് കൊളുത്തിയ സമരാഗ്നി അത് ഒരിക്കലും കെട്ടുപോകില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ് ഈ ചെറിയ കുട്ടികൾ മുതൽ ഉള്ളവർ. അഞ്ജു, നമ്മൾ ഈ വരുന്ന വഴികളിലൊക്കെ കണ്ടത് ഈ യുവാക്കളായ ചെറുപ്പക്കാരായ, ഇപ്പോൾ ഇവിടെ ഒരു മോനെ ആരെ കാണാനാണ് വന്ന് നിൽക്കുന്നത്? വി എസിനെ കാണാനാണോ? വി എസിനെ എങ്ങനെ അറിയാം? വി എസിനെ കണ്ടിട്ടുണ്ടോ? പക്ഷെ വി എസിനെ ഇഷ്ടമാണോ? എന്താ വി എസിനെ ഇഷ്ടപ്പെടാൻ കാരണം? മുഖ്യമന്ത്രിയായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. വി എസിനെ ഇഷ്ടമാണ്. വി എസിനെ കണ്ടിട്ടേ പോവുള്ളൂ. എങ്ങനെയാണ് വി എസ് നമുക്ക് അനുസ്മരിക്കാൻ വേണ്ടി കഴിയുക? വി എസ് ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റും ഈ രാജ്യത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റുമാണ്. ഒരു നേരിൻ്റെ പര്യായമാണ് വി എസ് എന്ന് പറയുന്നത്. അപ്പോൾ വി എസിനെ നമുക്ക് അനുസ്മരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി ഇനി ഒരിക്കലും കേരളത്തിലെ ഒരു നേതാവായിട്ടുണ്ടാകത്തില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അത്രയാണ്. ഇതാ ഈ അമ്മമാരൊക്കെ ഉണ്ട്. വി എസിനെ നമ്മൾ ആലോചിക്കുമ്പോൾ വി എസ് ഈ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, വലിയ പോരാട്ടങ്ങൾ, സ്ത്രീകളുടെ ഒരു ആശാകേന്ദ്രമായി ഒരു രാഷ്ട്രീയ നേതാവ് മാറിയിട്ടുണ്ടെങ്കിൽ അത് വി എസ്. അങ്ങനെയുള്ള വി എസിനെ എങ്ങനെയാണ് അമ്മ ഓർക്കുന്നത്? എനിക്ക് എല്ലാം സാർ ദൈവമാണ്. എനിക്കിതേ പറയാനുള്ളൂ. എല്ലാം, വേറൊന്നും പറയാനില്ല. വി എസ് മരിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? മരിച്ചെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം സാർ അത്ര എല്ലാ പാവങ്ങൾക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. സാറിനെ കാണാനാണ് ഇത്രയും ദൂരം ഞാൻ വന്നത്. സ്വതി, ലക്ഷ്മി, ഇങ്ങനെ ചേച്ചി വി എസിനെ എങ്ങനെയാണ്? വി എസിനെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് ഓർക്കുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിടത്തിൽ ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുള്ള പ്രിയ സഖാവാണ്. സഖാവിനെ ആ രീതിയിൽ മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ രാത്രിയിലും ഇവിടെ വന്നു നിന്ന് കാണുന്നത്. നമ്മുടെ ഈ കാലത്ത് പ്രകൃതിയുടെ രാഷ്ട്രീയം പറഞ്ഞ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച, അല്ലെങ്കിൽ ആരോ ഉണ്ട് നമുക്ക് രക്ഷകനായ ഒരാൾ, അങ്ങനെ ഒരാളായിരുന്നില്ലേ വി എസ്? അങ്ങനെ ഒരാളായിരുന്നു, രക്ഷകനായിരുന്നു. തികച്ചും കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആശയം അത് ഈ വരും കാലങ്ങളിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച, അത് ഇപ്പോൾ ആൾക്കാരതൊക്കെ മറന്നു പോകുന്നു മനഃപൂർവ്വം. അപ്പോൾ അത് ആ കമ്മ്യൂണിസ്റ്റ് ആശയം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒരു നേതാവാണ്. ഇങ്ങനെ സ്വതി ആളുകൾക്ക് അഞ്ജു, അതായത് ഈ രാത്രിയിൽ ഇവിടേക്ക് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ ഒരു നേതാവിന് വേണ്ടി, അതായത് ഈ മോളൊന്നും മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ.
അതുതന്നെയാണ് അനു, ആ കുട്ടി പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാണ്. ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തന മണ്ഡലത്തിലൊന്നും വി എസ് അച്യുതാനന്ദൻ ഇല്ല. എന്നിട്ട് പോലും ചെറിയ കുട്ടികൾ പോലും അദ്ദേഹത്തിന് വേണ്ടി ഇത്ര വൈകാരികമായി ആ മുദ്രാവാക്യം ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഒരു കാലത്തും മരിക്കുകയില്ല, മലയാളികൾ ഉള്ളയിടത്തോളം വി എസ് അച്യുതാനന്ദൻ അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതേപോലെ തന്നെ ജീവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ നേർക്കാഴ്ചയായി കാണുന്നത്. ചെറിയ കുട്ടികൾ മുതൽ നിരവധി ആളുകളാണ് ആ വഴിയരികിലായി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്.